ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എഗ് 65ൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ വേഗത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. ഇത് നമുക്ക് സ്റ്റാർട്ടറായിട്ടൊക്കെ വിളമ്പാം കേട്ടോ. ഗസ്റ്റൊക്കെ വരുമ്പോഴും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നോക്കാം റെസിപ്പി എങ്ങനെയാണെന്ന്. അപ്പം ഞാനിവിടെ 6 മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വെള്ള മാത്രം മതി നമുക്ക് എഗ് 65 ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉണ്ണി മാറ്റിയിട്ട് വെള്ള മാത്രം എടുക്കുക. ഇനി ഈ മുട്ടയുടെ വെള്ള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ അരിഞ്ഞെടുക്കുക. അപ്പോൾ അരിഞ്ഞത് ഒരു ബൗളിലോട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ഇഞ്ച് കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒന്നുകിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുക. 4 or 5 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. പച്ചമുളക് വേണമെങ്കിൽ 1 or 2 ഒക്കെ ചേർക്കാം കേട്ടോ. എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു തണ്ട് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മുളക് പൊടി, ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇനി ഞാൻ ഇതിലോട്ട് 1 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കുകയാണ്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കാം. വെള്ളം കൂടി പോകരുത്, കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇളക്കിയെടുക്കുക. നമ്മൾ വടക്കൊക്കെ കുഴക്കില്ലേ, അതേ പരുവത്തിൽ നല്ല കട്ടിയിൽ വേണം കുഴച്ചെടുക്കാൻ. അപ്പോൾ ദാ ഇതേ പരുവത്തിൽ കുഴച്ചെടുക്കുക. അതാ ഇതേപോലെ ചെറിയ ഉരുളകളാക്കി നമുക്ക് എടുക്കാൻ പറ്റണം. മുട്ട ഇങ്ങനെ ഒട്ടിയിരിക്കണം. നമ്മൾ വറുത്തെടുക്കുമ്പോൾ പൊട്ടിപ്പോവരുത്. ഇനി നമുക്ക് ഇത് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. തീ മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ചെറിയ ബോളുകളാക്കി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ സ്പൂൺ കൊണ്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൽ ചേർത്തിരിക്കുന്ന സംഭവങ്ങളൊന്നും അധികം വേവാനുള്ളതൊന്നുമില്ല, അതുകൊണ്ടാണ് മീഡിയത്തിൽ ഇട്ടിരിക്കുന്നത്. താഴെ ഒന്ന് ബ്രൗൺ നിറമായി വരുമ്പോഴേക്ക് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഉള്ളിവട പോലെ നല്ല ബ്രൗണായി വരണ്ട കേട്ടോ. അപ്പോൾ ഈ സൈഡും വെന്ത് വരണം. ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി വരും. ഇതുപോലെ തന്നെ എല്ലാം വറുത്തെടുക്കുക. ഞാൻ ദാ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. വേണമെങ്കിൽ ചായയുടെ കൂടെയൊക്കെ ഇത് മാത്രം വെച്ചിട്ടും കഴിക്കാം. ഒരു പാൻ വെച്ച് കൊടുക്കുക. നേരത്തെ നമ്മൾ മുട്ട വറുത്തെടുത്തില്ലേ എണ്ണ, അതിൽ നിന്ന് 2 ടീസ്പൂൺ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലോട്ട് 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. 2 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. തീ മീഡിയത്തിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. 1 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് 1 സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. 2 പച്ചമുളക് 3 or 4 ഒക്കെ ചേർക്കാം കേട്ടോ, പ്രോബ്ലം ഒന്നുമില്ല. കുറച്ച് ഉപ്പ്. ഇനി സവാള ഒന്ന് നിറമാറി വരണ വരെ വഴറ്റിയെടുക്കുക. അപ്പോൾ സവാളയുടെ നിറം മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ 1/2 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് 1 ടീസ്പൂൺ വരെ ചേർക്കാം. തീ കുറച്ചിട്ടിട്ട് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പൊടിയുടെ പച്ചമണമൊക്കെ മാറി കിട്ടണം. ഇനി ഇതിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. കൂടിപ്പോണ്ട, ചെറുതായിട്ട് എല്ലാത്തിലും കോട്ടായി വരണം. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് പാർട്ടിക്കൊക്കെ സ്റ്റാർട്ടറായിട്ട് നിങ്ങൾക്ക് വിളമ്പാം. കുട്ടികൾക്ക് വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ. അപ്പോൾ ഇതൊന്ന് കലക്കി എടുത്തതിന് ശേഷം ഒന്ന് ഉപ്പ് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ.